ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിച്ച് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത്. പരപ്പ ആസ്പിറേഷണൽ ബ്ലോക്ക് പഞ്ചായത്ത് പരിപാടിയുടെ ഭാഗമായി ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. നീതി ആയോഗിന്റെ നേതൃത്വത്തിൽ രാജ്യത്തെ 500 ബ്ലോക്കുകളിൽ നടത്തുന്ന പരിപാടിയാണ് ആസ്പിറേഷണൽ ബ്ലോക്ക് പദ്ധതി. ആരോഗ്യവും പോഷകവും, വിദ്യാഭ്യാസം, കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, അടിസ്ഥാന സൗകര്യം, സാമൂഹ്യ വികസനം എന്നീ 5 മേഖലകളിലെ 39 സൂചകങ്ങളുടെ വളർച്ച ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇതിലൂടെ നടക്കുന്നത്. ഈ മേഖലയിലെ മികച്ച പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ മുൻനിര ബ്ലോക്കുകളിൽ ഒന്നായി മാറി നീതി ആയോഗിന്റെ 3.5 കോടി രൂപയുടെ പുരസ്കാരം നേടുന്നതിന് പരപ്പ ബ്ലോക്കിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ പൊതുമേഖലാ സ്ഥാപനമായ ആർട്ടിഫിഷ്യൽ ലിംസ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും സാമൂഹ്യ സുരക്ഷാ മിഷന്റെയും സാമൂഹ്യ നീതി വകുപ്പിന്റെയും സഹായത്തോടെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. ബ്ലോക്ക് പരിധിയിലെ 7 ഗ്രാമപഞ്ചായത്തുകളിലെ ഭിന്നശേഷിക്കാർക്കായി പൂടങ്കല്ല് ബഡ്സ് സ്കൂളിൽ നടത്തിയ സ്ക്രീനിംഗ് ക്യാമ്പിൽ നിന്നും തെരഞ്ഞെടുത്ത വീൽ ചെയറുകൾ, മോട്ടറൈസ്ഡ് ട്രൈസൈക്കിൾ, ശ്രവണ സഹായികൾ, വിവിധതരം ക്ലച്ചസുകൾ, വാക്കിംഗ് സ്റ്റിക്കുകൾ, റോളറ്ററുകൾ, കൃത്രിമ കാലുകൾ, സ്മാർട്ട് ഫോൺ തുടങ്ങി 15.87 ലക്ഷം രൂപയുടെ വിവിധതരം ഉപകരണങ്ങളാണ് പരിപാടിയിൽ ഉൾപ്പെടുത്തിയത്. സ്ക്രീനിംഗ് ക്യാമ്പിൽ പങ്കെടുത്തവരിൽ നിന്നും വിദഗ്ധർ തെരഞ്ഞെടുത്ത 186 ഗുണഭോക്താക്കൾക്കാണ് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ഓരോ ക്യാമ്പ് വെക്കുമ്പോൾ സമയത്തും അവിടുത്തെ മെമ്പർമാർ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്തതുകൊണ്ടാണ് ഇത് നമുക്ക് വിജയിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ 3.5 കോടി അമൗണ്ട് നമുക്ക് നീതി ആയോഗിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. ഇനിയും നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള 15 ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. അതെല്ലാത്തിനും തന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ബ്ലോക്ക്, ഒരു പിന്നോക്ക ബ്ലോക്ക് എന്ന നിലയ്ക്ക് മാറി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. കഴിഞ്ഞ കളക്ടേഴ്സ് കോൺഫറൻസിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ പൂടങ്കല്ല് ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ഗൈനക്കോളജി വിഭാഗം തുടങ്ങണം. അതിനുള്ള പ്രൊപ്പോസൽ അവരുടെ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി അധ്യക്ഷയായി. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ആര്യ പി രാജ് മുഖ്യാതിഥിയായി സംബന്ധിച്ചു. KSSM കോർഡിനേറ്റർ സി രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഈസ്റ്റ് എലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാമോഹൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഭൂപേഷ്, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ രജനി കൃഷ്ണൻ, PV ചന്ദ്രൻ, M പത്മകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അന്നമ്മ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി CM സുഹാസ് സ്വാഗതവും KSSM ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് അഷ്റഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്.